എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? എന്തായിരിക്കും ഇവിടെ മെറ്റീരിയൽ മാനേജ്മെന്റ്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്തായിരിക്കും? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്തായിരിക്കും? സിമ്പിൾ, കാര്യം സിമ്പിൾ ആണ്. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു സാധനം, ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽ എടുക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഒരു മെഡിക്കൽ ആയാലും സർജിക്കൽ സാധനം വാങ്ങണം അല്ലേ? സാധനം വാങ്ങണം. സംഭവം എന്താണ്? അവിടെ സർജിക്കൽ മെഡിക്കൽ ആയാലും സർജിക്കൽ എന്താണ്? കുറെ സാധനങ്ങൾ വാങ്ങിക്കണം അല്ലേ? വേണ്ടേ? വാങ്ങണ്ടേ? സർജിക്കലായാലും മെഡിക്കലായാലും കുറെ വാങ്ങണ്ടേ? നിങ്ങളുടെ ഹോസ്പിറ്റൽ വാങ്ങണ്ടേ? കുറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? വാങ്ങുന്നത് അത് വാങ്ങുന്നത് തൊട്ട് ആ സാധനങ്ങൾ, ആ ഒരു മെറ്റീരിയൽസ് വാങ്ങുന്നത് തൊട്ട് അതിന്റെ ഡിസ്പോസിബിൾ ചെയ്യുന്നവരുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഒരു ഹോസ്പിറ്റൽ എടുക്കുക, അവിടെ എന്ത് ചെയ്യുന്നു? എല്ലാ സംഭവങ്ങളും, എല്ലാ മെറ്റീരിയൽസ് വാങ്ങുന്നത് തൊട്ട് അത് പർച്ചേസ് ചെയ്യുന്നത് തൊട്ട് അതിന്റെ ഡിസ്പോസിബിൾ വരെയുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? എന്ത് കാര്യം? മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലേ? മെറ്റീരിയൽ മാനേജ്മെന്റ്. നിങ്ങളുടെ ഹോസ്പിറ്റൽ എടുക്കുക, നിങ്ങളുടെ വാർഡുണ്ട്, സർജിക്കൽ വാർഡുണ്ട്, മെഡിക്കൽ വാർഡ്, എല്ലാ വാർഡുകളുണ്ട്. ആ എല്ലാ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് വാർഡുകൾ എന്ത് ചെയ്യുന്നു? അവിടെ വാങ്ങുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അത് വാങ്ങുന്നത് മുതൽ അതിൽ ഡിസ്പോസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഈസി അല്ലേ? മലയാളത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ വായിച്ചാൽ കിട്ടത്തില്ല. ശരിയല്ലേ? ഫസ്റ്റ് ഇനിഷ്യൽ പർച്ചേസ് മുതൽ അവസാനം ഏറ്റവും ഡിസ്പോസിബിൾ വരെയുള്ള ഫസ്റ്റ് ഇനിഷ്യൽ പർച്ചേസ് മുതൽ അവസാനം ഏറ്റവും അതിന്റെ ഡിസ്പോസിബിൾ വരെയുള്ള എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് ദ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ഇവിടെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എന്തൊക്കെ ഉൾപ്പെടും ഇതിനകത്ത്? എന്ത് ചെയ്യും? ഫസ്റ്റ് പർച്ചേസിംഗ് ആണോ? ഫസ്റ്റ് പർച്ചേസിംഗ് ആണല്ലേ? പിന്നെ സ്റ്റോറേജ്, പിന്നെ ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ്, അവസാനം ഡിസ്പോസൽ വരുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് പർച്ചേസ് ചെയ്യണ്ടേ? പിന്നെ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു, അവസാനം അതിനെ ഡിസ്പോസ് വരെ ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? അവസാനം ഏറ്റവും ഡിസ്പോസിബിൾ വരെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഇതിന്റെ ഓരോ ടേമുകളാണ് ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത്. ഫസ്റ്റ് നോക്കാം, എന്താണ് ഇൻവെന്ററി കൺട്രോൾ? എന്താണ് ഇൻവെന്ററി കൺട്രോൾ? നിങ്ങൾ എന്നും കേൾക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ കേൾക്കുന്ന സ്ഥിരം വാക്കാണ്. എന്താണ് ഇൻവെന്ററി കൺട്രോൾ? എന്താണ് ഇൻവെന്ററി കൺട്രോൾ? കേട്ടിട്ടുണ്ടോ? ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടുണ്ടോ എല്ലാവരും? ഉണ്ടല്ലോ. എന്താണ് ഇൻവെന്ററി കൺട്രോൾ? എന്താണ് എല്ലാരും ഉണ്ടല്ലോ? എല്ലാരും ചെക്ക് ചെയ്തല്ലേ? പണ്ട് ഞാനൊക്കെ ചെക്ക് ചെയ്യുന്ന കാണണം കേട്ടോ. രാവിലെ പോയി ചെക്ക് ചെയ്യാൻ തന്നെ എനിക്ക് 1 മണിക്കൂർ വേണം. എന്ത് ചെയ്യണം? എനിക്ക് 1 മണിക്കൂർ വേണം. എന്തെന്നറിയാമോ? ചെക്ക് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും, അവിടെ ഇരിക്കും, ഇരുന്ന് ചെയ്യും, അവിടെ ചെക്ക് ചെയ്യും അല്ലേ? അങ്ങനെ കൊണ്ടോടെ സ്ലോലി ചെക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. സ്ലോ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചെക്കിങ് ആയിരിക്കും. ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ് ആയിട്ട് ഇറങ്ങിയുണ്ടോ? ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടോ? ഇതിനകത്ത് ഉണ്ടോ? അപ്പൊ എന്താണ് ഇൻവെന്ററി കൺട്രോൾ? ഇൻവെന്ററി കൺട്രോൾ സിമ്പിളി നമുക്ക് പറയാം. എന്താണ് സിമ്പിൾ? എങ്ങനെ പറയാം? that is optimum balance of material. ഒരു മെറ്റീരിയലിന്റെ
അതിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിളിക്കുന്ന പേര് എന്താണ്? ഒരു മെറ്റീരിയൽസ്, കുറെ മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ നമുക്ക് ഇങ്ങനെയും പറയാൻ കേട്ടോ. എന്താ, കുറെ മെറ്റീരിയൽസ് ഉണ്ടല്ലേ, അതിന്റെ ബാലൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഇനി നമുക്ക് വേറെ രീതി പറഞ്ഞൂടെ? വേറെ രീതി പറഞ്ഞൂടെ? സ്റ്റോക്ക് ചെയ്യുക അല്ലേ? എന്ത് സ്റ്റോക്ക് ചെയ്യൂടെ? എന്താണ് സ്റ്റോക്ക് ചെയ്യുന്നത്? അവിടെ അഡിക്വേറ്റ് ആയിട്ട് എന്ത് സ്റ്റോക്ക് ചെയ്യേ? ഇപ്പൊ നമ്മുടെ വാറിൽ കുറെ സംഭവമുണ്ട്, കുറെ മെറ്റീരിയൽസ് ഉണ്ട്. എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? ആവശ്യത്തിലല്ലേ, നമുക്ക് അത്യാവശ്യം, നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ആവശ്യമുള്ള, നമുക്ക് എത്ര നമ്പർ വേണം, നമുക്ക് ആവശ്യം എത്ര നമ്പർ സ്റ്റോക്ക് വേണം, ആവശ്യത്തിനുള്ള ആ പറഞ്ഞ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? നമുക്ക് ആവശ്യമായി മാത്രമുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്ന വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? ഇപ്പൊ നമ്മുടെ വാർഡിൽ ഇപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, ആവശ്യമുള്ള സാധനം മാത്രം, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വിളിക്കുന്ന എന്താണ്? അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസിനെ മാത്രം സ്റ്റോർ ചെയ്ത് വിളിക്കുന്ന പേരെന്താണ്? ഇൻവെന്ററി കൺട്രോൾ എന്ന് കൂടെ വിളിക്കാം. ക്ലിയർ? ഇതെപ്പോഴാണ് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുണ്ടോ? ഉണ്ടോ ഇവിടെ? സിമ്പിളി സ്റ്റോക്ക് ചെയ്യല്ലേ? നമുക്ക് നമ്മളിപ്പം ചെയ്യുന്നല്ലേ? അല്ലേ? നമ്മളെപ്പോഴും ഒരു സാധനം മേടിച്ചു വെക്കാറില്ലേ? ഒരു സാധനം തീർന്ന ഉടനെ തന്നെ നമ്മൾ ആശുപത്രി മേടിച്ചു വെക്കാറില്ലേ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ വാർഡിൽ അത്യാവശ്യമായി കുറച്ച് സാധനം തീർന്നു, അത് ഉടനെ തന്നെ മേടിച്ചു വെക്കാറില്ലേ? അതെ, ഡ്യൂട്ടി അങ്ങനെ മാത്രമല്ല, നമുക്ക് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇത് ചെയ്യുന്ന ആരാണ്? ഇതെപ്പോഴും ചെയ്യുന്ന ആരാണ്? ഇതെപ്പോഴും നിങ്ങൾ ഇൻചാർജ് ആണോ ചെയ്യുന്നത്? രാവിലെ വരും, ഒരു പേപ്പർ എടുക്കും, അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമല്ലോ, എന്തൊക്കെ ഉണ്ട്, ഇല്ല, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ തീർന്നു പോയി. ശരിയാണോ? ഉണ്ടോ? അവിടെ സാധനം മേടിച്ചു വെക്കുന്നല്ലേ? സാധനം മേടിച്ചു വെക്കുന്നതിനെ വിളിക്കുന്ന പേര് ഇൻവെന്ററി കൺട്രോൾ പറയാല്ലേ? സാധനം ഇല്ലാത്ത സാധനം പച്ച മലയാളത്തിൽ പറയാൻ എന്താണ്? അവിടെ അഡിക്വേറ്റ് ആയിട്ട് ഒരു കൺട്രോൾ വേണം അല്ലേ? ഒരു സാധനം തീർന്നു പോവുകയാണെങ്കിൽ അത് കൃത്യമായി മേടിച്ചു വെക്കണം, ഉദ്ദേശിച്ച സാധനം തന്നെ മേടിക്കും കേട്ടോ. അവിടെ അഡിക്വേറ്റ് നമ്മൾ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ, നമുക്ക് എപ്പോഴൊക്കെ ഒരു കണക്കുണ്ടല്ലേ? ഒരു കണക്കിന് മാത്രം കൃത്യമായി ഉപയോഗിക്കാറുണ്ട്, എന്തൊക്കെയാണ് വാങ്ങേണ്ടത് കൃത്യമായി വാങ്ങിച്ചു വെക്കാറുണ്ട്. ഇൻവെന്ററി നമ്മൾ പറയുന്നത് അല്ലേ? ശരിയല്ലേ? അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യമുള്ള സാധനം വേണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഉള്ള എന്ത് വിളിക്കാം? ഒരു സാധനങ്ങൾ ഫുൾ ലിസ്റ്റ് വിളിക്കുന്ന പേര് എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഫുൾ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ, എല്ലാ മെറ്റീരിയൽസ് വിളിക്കുന്ന പേര് എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാ മെറ്റീരിയൽസിന്റെയും ഒരു കംപ്ലീറ്റ് ലിസ്റ്റിനെ വിളിക്കുന്ന പേര് എന്താണ്? എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ഇൻവെന്ററി ലിസ്റ്റ് ആണോ? ഇൻവെന്ററി ലിസ്റ്റ് ആണല്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുള്ള സാധനം കൃത്യമായി അതെല്ലാം മേടിച്ചു വെക്കുന്ന പേരെന്താ? ദാറ്റ് ഈസ് ഇൻവെന്ററി ലിസ്റ്റ് എന്ന് വിളിക്കാം. ഈ ഇൻവെന്ററി കൺട്രോൾ നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓരോന്നായിട്ട് പഠിക്കണം. എന്താണ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദാറ്റ് ഈസ് ഇൻവെന്ററി കൺട്രോളിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ്, ഈ ഒരു പേര് കാണുന്നുണ്ടോ? എല്ലാവരും പേര് കാണുന്നുണ്ടോ? സ്ക്രീനിൽ പേര് കാണാമല്ലോ. എന്ത് പേര് എഴുതിക്കുന്നത്? ഞാൻ എന്ത് പേര് എഴുതിക്കുന്നത്? ABC അല്ലേ? ABC അനാലിസിസ്. ABC കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടൈപ്പ് ആണ് ഈ പറഞ്ഞ ഇൻവെന്ററിയുടെ കുറെ ക്ലാസ്. നമ്മൾ കുറെ ഇത് കൺട്രോൾ ചെയ്യാൻ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യം പറയാൻ പോകുന്ന ടൈപ്പ് ആണ് ABC അനാലിസിസ്. എന്താണ് ABC അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ABC അനാലിസിസ് എന്ന് വിളിക്കാം? അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഉണ്ട്. വേറെന്ത് പേരുണ്ട്? That is alphabetical approach. ഈ ഫസ്റ്റ് ഈ പറഞ്ഞ ഇൻവെന്ററി കൺട്രോളിന്റെ ആദ്യത്തെ ടൈപ്പ് ആണ് that is ABC അനാലിസിസ്. അതിന് ഫുൾ ഫോം അറിയാമോ? എന്താണ് ABC ഫുൾ ഫോം അറിയാമോ? ആൾവേസ് that is better control. Always better control എന്നാണ് ഈ പറഞ്ഞ ABCയുടെ ഫുൾ ഫോം. എന്താണ് ആൾവേസ് ബെറ്റർ കൺട്രോൾ? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ആൽഫബറ്റിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കാം. ഒരു പേര് കൂടെ ഉണ്ട്. എന്ത് വിളിക്കാം? SIM എന്താണ്?
സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ. സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാം. ഈ പേരുകളാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആരെ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിന്റെ എല്ലാ ഹെഡിങ് ആണ് പാടല്ലേ? ടോപ്പിക്കിന്റെ ഹെഡിങ് ആണ് പാട്, പക്ഷെ കാര്യമല്ല ഈസി അല്ലേ? അതിന്റെ അകത്തുള്ള കാര്യം എളുപ്പമാണ്, പക്ഷെ എല്ലാത്തിന്റെ ഹെഡിങ് ആ പേര് പഠിക്കാൻ പാടല്ലേ? ആലോചിച്ചായിരുന്നു എല്ലാവരും ആലോചിച്ചോ? അതിന്റെ പേര് പഠിക്കാൻ പാട്, പക്ഷെ കാര്യം അകത്തുള്ള കാര്യം സിമ്പിൾ ആണല്ലേ? അല്ലെ? ഇത്രയും ടൈപ്പുകൾ പറഞ്ഞപ്പോൾ എന്താണ്, അകത്തുള്ള കാര്യങ്ങൾ എളുപ്പമാണ്, ആ ഒരു പേര് മാത്രമാണ് പാട്. ശരിയല്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? ആ ഒരു പേര് പാട്, ആ ഒരു ഹെഡിങ് ആണ് പാട്, പക്ഷെ അകത്തുള്ള കാര്യം എളുപ്പമാണ്, ഈസിയാണ്. ഉണ്ടോ അങ്ങനെയാണെങ്കിൽ? ഉണ്ടല്ലോ. അപ്പൊ എന്താണ് ABC കൺട്രോൾ? എന്താണ് ഇറ്റ് ഇസ് ABC അനാലിസിസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ അപ്രോച്ച്, അല്ലെങ്കിൽ SIM സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? ഇതിന്റെ ഏറ്റവും ബേസ് എന്തായിരിക്കും ഇവിടെ? ഇതിന്റെ ബേസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ക്രൈറ്റീരിയ ആണോ? ആ ഒരു കോസ്റ്റ് മാത്രമാണോ ഇവിടെ? മാത്രമല്ല, ആനുവൽ കൺസെപ്ഷൻ കൂടെ ഉണ്ടോ? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എത്ര രൂപ ചെലവാക്കുന്നു അല്ലെ? ഒരു സാധനത്തിന് വേണ്ടി അവിടെ ഒരു വർഷം എത്രത്തോളം രൂപ ചെലവാക്കുന്നു, അതിന്റെ കോസ്റ്റ് ക്രൈറ്റീരിയ വിളിക്കുന്ന പേര് എന്താണ്? ഒരു വർഷം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു വർഷം ഒരു സാധനത്തിന് വേണ്ടി, ഒരു മെറ്റീരിയലിന് വേണ്ടി ഒരു വർഷം അവിടെ എത്ര രൂപ ചെലവാക്കുന്നു, അതിന്റെ കോസ്റ്റ് ക്രൈറ്റീരിയ ആണോ ഇത് സംഭവം? ആണോ? ആലോചിക്കേ. ഇപ്പൊ നിങ്ങളുടെ വാർഡിൽ ഒരു സാധനത്തിന് വേണ്ടി മാത്രം, അവിടെ ഒരു മെറ്റീരിയലിന് വേണ്ടി മാത്രം ഒരു വർഷം അവിടെ എത്ര രൂപ ചെലവാക്കുന്നു, ആ ഒരു കോസ്റ്റ് നമുക്ക് വീണ്ടും കുറെ ആയിട്ട് എന്താണ് അതിനെ ഡിവൈഡ് ചെയ്ത് വിളിക്കുന്ന പേര് എന്താണ്? ദാറ്റ് ഇസ് ABC അനാലിസിസ് വിളിക്കുക അല്ലെ? അല്ലെങ്കിൽ ദാറ്റ് ഇസ് ആൽഫബറ്റിക് അപ്രോച്ച് എന്ന് കൂടെ വിളിക്കുക. കാര്യം കിട്ടിയോ? ഒരു വർഷം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു സെപ്പറേറ്റ് കുറെ മെറ്റീരിയൽസ് ഉണ്ട്, അത് വാങ്ങുവാൻ വേണ്ടി നിങ്ങളുടെ ഹോസ്പിറ്റൽ അവാർഡ് ടോട്ടൽ എത്ര പൈസ ചെലവാക്കുന്നു, അതല്ലേ സംഭവം? ശരിയല്ലേ? അതല്ലേ സംഭവം? അതല്ലേ? നിങ്ങളുടെ വാർഡിൽ അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് എപ്പോഴും തീരാറുണ്ട്, അത് വാങ്ങാറുണ്ട്, വീണ്ടും തീരാറുണ്ട്, വാങ്ങാറുണ്ട്, പിന്നെയും തീരാറുണ്ട്, വാങ്ങാറുണ്ട്. അപ്പോൾ ഒരു വർഷം അവിടെ എത്രത്തോളം വാങ്ങുന്നു? വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? പറഞ്ഞ കമന്റ് ആൻസേഴ്സ്. ABC അല്ലേ? ABC ആണോ? യെസ്. ഇത് നമുക്ക് ഇതിന്റെ കാറ്റഗറി, ഇത് മൂന്നും, ഇത് എന്താണ് ABC അറിയണ്ടേ? എന്താണ് A എന്നും, എന്താണ് B എന്നും, എന്താണ് C എന്ന് അറിയണ്ടേ? അപ്പോൾ എന്താണ് എന്തായിരിക്കും? നല്ല ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടോ നിങ്ങളുടെ വാർഡിൽ? നിങ്ങളുടെ വാർഡിൽ ഏറ്റവും നല്ല ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടോ? അത് വരുന്നത് എവിടെയാണ്? കാറ്റഗറി Aയിലാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ വാർഡിലോ നിങ്ങളുടെ ഹോസ്പിറ്റലിലോ ഏറ്റവും നല്ല ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് വരുന്നെങ്കിൽ അത് ഏത് കാറ്റഗറി വരും? കാറ്റഗറി Aയിലാണ് വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ അവിടെ പൈസ ചെലവാക്കി വാങ്ങുന്ന മെറ്റീരിയൽസ് എല്ലാം വരുന്ന കാറ്റഗറി ഇതാണ്. ഏതായിരിക്കും ഇവിടെ? നല്ല കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് വരുന്ന കാറ്റഗറിയെ വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ വെന്റിലേറ്റേഴ്സ് ഒക്കെ വരുന്ന എവിടെയാണ്? ശരിയാണ്. ഈ പറഞ്ഞത് വെന്റിലേറ്റേഴ്സ് വരുന്ന എവിടെയാണ്? കാറ്റഗറി ഏതായിരിക്കും? വെന്റിലേറ്റേഴ്സ് പറഞ്ഞു, അത് വരുന്ന കാറ്റഗറി Aയിലാണ് വരുന്നത് കേട്ടോ. കാറ്റഗറി A അത് നമ്മൾ എപ്പോഴും കുറച്ചില്ല, നമുക്ക് അത്യാവശ്യത്തിന് മാത്രമല്ലേ ഉള്ളൂ. ശരിയല്ലേ? നമുക്ക് അത്യാവശ്യത്തിന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ടൈപ്പ് വിളിക്കുന്ന ഇപ്പൊ എന്താണ്? കാറ്റഗറി A എന്ന് വിളിക്കാം. കാറ്റഗറി B എന്ത് വരും?
കാറ്റഗറി ബി എന്തോടെ? കാറ്റഗറി ബി എന്തോര്? ബി എന്തായിരിക്കും? That is immediate cost items. That is immediate cost items വരുന്നതാണ് കാറ്റഗറി ബി എന്ന് പറയുന്നത്. That is immediate cost items വരുന്നതാണ് കാറ്റഗറി ബി എന്ന് പറയുന്നത്. എന്തായിരിക്കും? അവിടെ വലിയ കോസ്റ്റ് ഒന്നുമല്ല, വലിയ കോസ്റ്റുമല്ല, വലിയ കുറവുമല്ല, വലിയ കോസ്റ്റ് ഉള്ളതുമല്ല, വലിയ കുറഞ്ഞ കോസ്റ്റ് ഉള്ളതുമല്ല, ഇന്റർമീഡിയറ്റ് ആണ്. കോസ്റ്റ് ഇന്റർമീഡിയറ്റ് ആണ്. ആലോചിച്ചോക്കെ, നമ്മുടെ ഹോസ്പിറ്റൽ നമ്മുടെ വാർഡിൽ വലിയ കോസ്റ്റ് ഉള്ളതല്ല, പക്ഷെ വലിയ കോസ്റ്റ് കുറഞ്ഞതുമുള്ള അങ്ങനെയുള്ള സ്റ്റോക്കുകളെ വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? അത്യാവശ്യമായ സ്റ്റോക്ക് വേണം, ആ സ്റ്റോക്ക് തീർന്നതിനെ വാങ്ങണം, അത്യാവശ്യ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. വലിയ കൂടാനും പാടില്ല, വലിയ കുറയുവാൻ പാടില്ല. എന്ത് വിളിക്കാം? ദാറ്റ് ഇസ് ബി. എന്ത് വിളിക്കാം? ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് കോസ്റ്റ് ഐറ്റംസ് ആണ്, മറന്നു പോകരുത്. അവസാനത്തെ ആണ് ദാറ്റ് ഇസ് സി. എന്തായിരിക്കും ഇവിടെ? ഏറ്റവും വില കുറഞ്ഞല്ലേ? ദാറ്റ് ഇസ് ലോ കോസ്റ്റ് ഐറ്റംസ് ഉണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നല്ല ഏറ്റവും ലോ കോസ്റ്റ് ഐറ്റംസ് ഉണ്ടോ അവിടെ? ലോ കോസ്റ്റ് ഐറ്റംസ് ഉണ്ടോടെ? എക്സാമ്പിൾ എന്ത് പറയാ? അതിന്റെ റിക്വയർമെന്റ് നല്ല ലാർജ് ആയിരിക്കും, പക്ഷെ കോസ്റ്റ് എപ്പോഴും നല്ല ലോ കോസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താ വായിക്കാം? സിറിഞ്ചസ്, ഗ്ലൗസ് ഒക്കെ ഓർമ്മയുണ്ടോ? സിറിഞ്ച്, ഗ്ലൗസ് എന്താണ്? ഏറ്റവും നല്ല ലോ കോസ്റ്റ് വരും, പക്ഷെ നമുക്ക് ഭയങ്കര നല്ല റിക്വയർമെന്റ്, വലിയ ലാർജ് എമൗണ്ടിൽ എപ്പോഴും നല്ല റിക്വയർമെന്റ് ഉണ്ട്, പക്ഷെ കോസ്റ്റ് നല്ല ഏറ്റവും ലോ ആയിരിക്കണം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന സിറിഞ്ചസ് എടുക്കാം, പിന്നെ ഗ്ലൗസ് എടുക്കാം. ഇതെല്ലാം നമ്മൾ എപ്പോഴും അത് എഴുതി കൊടുക്കാറുണ്ടോ? കണ്ടുണ്ടോ? സ്റ്റോക്ക് എഴുതുമ്പോൾ എഴുതി കൊടുക്കാറുണ്ടോ? സ്റ്റോക്ക് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതി കൊടുക്കുന്നതല്ലേ? സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എഴുതി കൊടുക്കാറില്ലേ? സിറിഞ്ച് വേണം, പിന്നെ ഈ പറഞ്ഞ ഗ്ലൗസ് വേണം അല്ലേ? ശരിയല്ലേ? ഗ്ലൗസ്. അപ്പൊ ഇതാണ് ABC അപ്രോച്ച്. ക്ലിയർ ആയോ എല്ലാവർക്കും? ABC അപ്രോച്ച് ക്ലിയർ ആയോ? ABC അപ്രോച്ച് എന്താണ്? എന്താണ്? വലിയ ഹൈ കോസ്റ്റ് മെറ്റീരിയൽ അല്ലേ? വലിയ ഹൈ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, പക്ഷെ സാധനം കുറച്ചേ പാടുള്ളൂ, നമ്മൾ കുറച്ചേ മേടിക്കാറുള്ളൂ, പക്ഷെ വലിയ ഹൈ കോസ്റ്റ് ആണ്. എന്താണ്? സെക്കൻഡ് ബി എന്താണ്? ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ഐറ്റംസ്. എന്താണ്? വളരെ കുറച്ച് അത്യാവശ്യം സ്റ്റോക്ക് ആണോ അല്ലേ? സ്റ്റോക്ക് കുറയാൻ പാടില്ല, അത്യാവശ്യം സ്റ്റോക്ക് വേണം അല്ലെ? സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അത്യാവശ്യമായി വേണം. ഏറ്റവും ലാസ്റ്റ് എന്താണ്? ലോ കോസ്റ്റ് എന്താണ് അല്ലേ? എക്സാമ്പിൾ ഓർമ്മിച്ചാൽ മതി. നമ്മുടെ ഗ്ലൗസ്, സിറിഞ്ചസ് ഒക്കെ എന്താ? അതിന് ABCക്ക് നല്ലൊരു മെത്തേഡ്. ക്ലിയർ ഫോർ ഫസ്റ്റ് അപ്രോച്ച്? ക്ലിയർ ആയോ? ഫസ്റ്റ് അപ്രോച്ച് ക്ലിയർ? യെസ്. നെക്സ്റ്റിലോട്ട് പോവാം. അങ്ങനെ ഫസ്റ്റ് കണ്ടു, ഫസ്റ്റ് ABC കണ്ടു. അടുത്താണ് സെക്കൻഡ് ടൈപ്പ് ആണ്. That is vital, essential, desirable. That is vitable ആണോ? That is vital, essential, desirable analysis എന്ന് പറഞ്ഞാൽ എന്താണ്? That is vital, essential, desirable analysis എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പേരോടെയും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളായിരിക്കും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് കണ്ടിട്ടുണ്ടോ? VED അനാലിസിസ് കേട്ടിട്ടുണ്ടോ? ഏതോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. VED അനാലിസിസ് എന്താ സംഭവം? എന്താണ് വൈറ്റൽ ടൈം മീനിങ്? എന്താണ് വൈറ്റൽ? എന്താണ് വൈറ്റൽ? എന്താണ് മീനിങ്? നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണോ? നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതല്ലേ? നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതല്ലേ? നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? That is classification based on the requirement അല്ലേ? The classification is based on the requirement അല്ലേ? നമുക്ക് ഏറ്റവും അത്യാവശ്യമായത്, നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയത്, അത് ഏതിന്റെ ബേസിലാണ്? That is based on the requirement അനുസരിച്ചാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഏറ്റവും ബേസ്? എന്തായിരിക്കും?
ഏറ്റവും ഒരു ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം അത് ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റൽ ഏറ്റവും അത്യാവശ്യം എന്തേ? ഒരു ഹോസ്പിറ്റൽ ഏറ്റവും അത്യാവശ്യം എന്തോ? ഞാൻ ഈ പറഞ്ഞ ടൈപ്പിൽ ഒരു ഹോസ്പിറ്റൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഫോർ എക്സാമ്പിൾ എന്താ പറയാം? ഓക്സിജൻ പറഞ്ഞൂടെ? അത്യാവശ്യ സ്റ്റോക്ക് എപ്പോഴും വേണ്ട ഓക്സിജൻ. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം എന്ത് വേണം? ഓക്സിജൻ വേണ്ടേ? ഒരു ഹോസ്പിറ്റൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ അത്യാവശ്യം അഡിക്വേറ്റഡ് സ്റ്റോക്ക് ഓക്സിജൻ എപ്പോഴും അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ ടൈപ്പ് വിളിക്കുന്ന പേരെന്താണ്? വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ് എന്ന് വിളിക്കാം. കിട്ടിയോ എല്ലാവർക്കും? എല്ലാവരും കിട്ടിയല്ലോ. എന്താണ് ഇതിൽ എസെൻഷ്യൽ ഐറ്റം എന്താണ്? ഇതിൽ എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് ഈ എസെൻഷ്യൽ? എന്താണ് എസെൻഷ്യൽ എന്തായിരിക്കും? എന്താണ് എസെൻഷ്യൽ ഐറ്റംസ്? ഈ എസെൻഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോ എന്താണ്? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എടുക്കുക, ഈ ഒരു സാധനം അവിടെ ഇല്ല. ഈ ഒരു സാധനം ഇപ്പൊ എന്താ? ഒരു ആന്റിബയോട്ടിക് പറയാം. ആ സാധനം അവിടെ ഇല്ല. ആ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആ ഹോസ്പിറ്റൽ ഇല്ല, സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് ഇല്ല. ആ ഒരു ഹോസ്പിറ്റൽ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു ആന്റിബയോട്ടിക് ഇല്ലെങ്കിൽ അതിന് പകരമുള്ള കൊടുക്കുക അല്ലേ? ഇപ്പൊ ഒരേ ആന്റിബയോട്ടിക് എഴുതുന്നു. അപ്പൊ കണ്ടിട്ടുണ്ടോ? എപ്പോഴും കണ്ടിട്ടുണ്ടോ? അവർ എഴുതുന്ന ഒരു ആന്റിബയോട്ടിക് ആയിരിക്കും, പക്ഷെ കൊടുക്കുന്നത് അതേ കാറ്റഗറിയിൽപ്പെട്ട വേറെതായിരിക്കും. കണ്ടിട്ടുണ്ടോ? എപ്പോഴും കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടുണ്ടോ? അത് എഴുതുന്ന പേര് ഒന്നായിരിക്കും, പക്ഷെ അതിന് പകരമുള്ളത് കണ്ടിട്ടുണ്ടോ? അതിന് പകരം കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിന് എടുക്കുക, ഇപ്പൊ ആ പറഞ്ഞ എഴുതിയ സാധനം കാണത്തില്ല, അതിന് പകരമുള്ളത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ചില സമയങ്ങളിൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ഇത് ബാധിക്കാം. ചില സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഒരു അത്യാവശ്യത്തിന് പോകുന്ന സാധനം അവിടെ കാണത്തില്ല, നമുക്ക് അതിന് പകരമുള്ളതായിരിക്കും തരുന്നത്. അത് അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസിൽ തന്നെ ബാധിക്കും. മറന്നു പോകരുത് അല്ലെ? അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയാൻ എന്താണ് ഐറ്റംസ്? ഏറ്റവും അത്യാവശ്യമായിട്ട് ഏതാണ്? നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റാത്ത, അതില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഓക്സിജൻ. ഗ്ലൗസ് ഒക്കെ എന്താണ്? ഭയങ്കര രസമല്ലേ? ദാറ്റ് ഇസ് വൈറ്റൽ ഐറ്റംസ് അല്ലേ? ഓക്സിജൻ എടുക്കുക, ഗ്ലൗസ് എടുക്കുക, അതില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് എസെൻഷ്യൽ എന്താണ്? അതില്ലെങ്കിൽ അതിന് പകരമുള്ള എടുക്കും അല്ലേ? പക്ഷെ അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കും. അപ്പോൾ കിട്ടിയോ എല്ലാവരും? ഇത്രയും കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും കിട്ടിയോ? അപ്പോൾ എന്താണ്? ഫസ്റ്റ് ലെറ്റർ വി കണ്ടു, നെക്സ്റ്റ് ലെറ്റർ ഇ കണ്ടു. അടുത്ത ലെറ്റർ എന്താണ്? ദാറ്റ് ഇസ് ഡി. എന്താണ്? ഡി that is desirable അല്ലേ? that is desirable അല്ലേ? എന്താണ് desirable? എന്താണ് the term desirable meaning? എന്താണ്? പറഞ്ഞേ. the term desirable meaning എന്താണ്? the term desirable meaning എന്താണ്? എന്തായിരിക്കും? എന്താ desirable എന്താണ്? ആലോചിച്ച് പറഞ്ഞേ. ഞാൻ ഏറ്റവും ആദ്യം എന്താ പറഞ്ഞത്? ഞാനിവിടെ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്?
ഏറ്റവും ആദ്യം പറഞ്ഞ എന്താണ്? വൈറ്റൽസ് എന്താണ്? ഏറ്റവും ആദ്യം പറഞ്ഞ വൈറ്റൽസ് എന്താണ്? അത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? അവിടെ ഏറ്റവും അഡിക്കേറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ശരിയല്ലേ? ഏറ്റവും ഫസ്റ്റ് പറയുന്നത് വൈറ്റൽസ് അല്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ ഏറ്റവും എന്താ ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം എന്താണ്? അഡിക്കേറ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത് പറഞ്ഞതാണ് എസെൻഷ്യൽ അല്ലേ? സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ്? ചില സമയം അത്യാവശ്യമായിട്ട് വേണം അല്ലേ? അതെന്ത് വിളിക്കാം? എസെൻഷ്യൽ അല്ലേ? ഏറ്റവും അവസാനത്ത് എന്താണ്? ഏറ്റവും അവസാനത്ത് എന്തായിരിക്കും? ഡിസൈറബിൾ എന്തായിരിക്കും ഇവിടെ? ഇതൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അത് പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇത് പുറത്തുനിന്ന് വാങ്ങിയേ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അനുഭവം ഉണ്ടോ? ഇതിവിടെ ഇല്ല. ഈ മരുന്ന് ഇവിടെ ഇല്ല. ഇത് പുറത്തുനിന്ന് വാങ്ങിയേ പറ്റുള്ളൂ. ഓർമ്മ ഉണ്ടോ? അനുഭവം ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? ഇതൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് ലോ ആണ്. അതെന്ത് ചെയ്യുന്നു? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫുൾ ക്വാളിറ്റിയെ തന്നെ ബാധിക്കാം. അതില്ലാതെ ഹോസ്പിറ്റലിന്റെ ഫുൾ ക്വാളിറ്റി തന്നെ ബാധിക്കാം. അത് വരുന്നത് കാറ്റഗറി ഡി, ദാറ്റ് ഇസ് ഡിസൈറബിൾ ആണ് ഇത് വരുന്നത്. എല്ലാവർക്കും അനുഭവം ഉണ്ടോ ഈ കാര്യം? ഞാൻ ഈ പറഞ്ഞ അനുഭവം ഉണ്ടോ? ഇത് ഇവിടെ ഇല്ല. ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ ഇവിടെ? അനുഭവം ഉണ്ടോ? എപ്പോഴും ആർക്കും അനുഭവം ഉണ്ടോ? ഈ പറഞ്ഞ മരുന്നൊന്നും ഇവിടെ ഇല്ല. എല്ലാം വെളിയിൽ നിന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. അനുഭവം ഉണ്ടോ ഇവിടെ? അനുഭവമുണ്ടോ? ഉണ്ടോ? അനുഭവം ഉണ്ടോ? യെസ്, എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ട്. അനുഭവിച്ചിട്ടുണ്ടല്ലേ? അങ്ങ് പോണം. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നിടത്തില്ലേ? പോണം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നിങ്ങൾ ജോലി ചെയ്തെടുത്ത് പോകണം. അപ്പോൾ നാളെ നിങ്ങൾ തന്നെ പറയും ഇതൊന്നും ഇവിടെ ഇല്ല, പുറത്ത് വാങ്ങണം. നിങ്ങൾ ഒരുപാട് പറഞ്ഞ് വാങ്ങാൻ കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടേം എന്തായിരിക്കും? ഈ മരുന്ന് ഇവിടെ ഇല്ല, ഇത് പുറത്തുനിന്ന് വാങ്ങിയേ പറ്റുള്ളൂ. സ്ഥിരമായി ഉപയോഗിക്കുന്ന ടേം ആയിരിക്കും. എല്ലാ ദിവസവും പറയുന്ന കാറ്റഗറി. അടുത്ത ടൈപ്പ് ഉണ്ട്. അടുത്ത ടൈപ്പ് അനാലിസിസിന്റെ പേരെന്താണ്? ഏറ്റവും അവസാനത്തെയാണ്. ഇത് ഏറ്റവും അവസാനത്തെ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ്. ഇത്രയും പഠിച്ച കാറ്റഗറി എവിടെ പഠിച്ചത്? അത് പറഞ്ഞേ. നമ്മൾ ഇത്രയും സമയം പഠിച്ച കാറ്റഗറി വരുന്നത് എവിടെ വരുന്നത്? ഇൻവെന്ററി കൺട്രോളിലാണോ? ഇൻവെന്ററി കൺട്രോളിലാണോ നമ്മൾ ഇത്രയും സമയം പഠിച്ച കാറ്റഗറി വരുന്നത്? ഇൻവെന്ററി കൺട്രോളിലാണല്ലേ? അതിൽ അവസാനം വരുന്ന കാറ്റഗറിയാണ് FSN അനാലിസിസ്. എന്താണ് FSN അനാലിസിസ്? എന്താണ് എഫ്? എന്താണ് എഫ്? എന്താണ് എസ്? എന്താണ് എൻ? എന്താണ്? ദാറ്റ് ഇസ് FSN അനാലിസിസ് മീൻസ് എന്താണ്? ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ് അല്ലേ? ഈ പറഞ്ഞ നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ചാണ് വരുന്നത്. ദാറ്റ് ഇസ് FSN അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ആവശ്യം വരുന്നത്. അപ്പോൾ എഫ് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഫാസ്റ്റ് മൂവിങ് അല്ലേ? എഫ് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഫാസ്റ്റ് മൂവിങ് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ കോസ്റ്റ് നോക്കാറില്ല. നല്ല ഹൈ സ്റ്റോക്ക് ആയിരിക്കും അല്ലെ? കണ്ടുണ്ടോ? ചില മെഡിക്കൽ സ്റ്റോർ കണ്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങൾ ഭയങ്കര വിലയായിരിക്കും, പക്ഷെ നല്ല ഫാസ്റ്റ് ആയിട്ട് വിറ്റ് കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു കോസ്റ്റും പ്രശ്നമില്ല അല്ലെ? ഒരു കോസ്റ്റും നോക്കാതെ നല്ല ഹൈ സ്റ്റോക്ക് വെച്ച് വിറ്റ് കണ്ടിട്ടുണ്ടോ? നല്ല ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആയിരിക്കും അല്ലേ? അതിൽ കോസ്റ്റ് ഒന്നും ആരും നോക്കാറില്ല. അതുകൊണ്ട് നല്ല ഹൈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും, നല്ല ഫാസ്റ്റ് ആയിട്ട് അത് വിറ്റ് പോവുകയും ചെയ്യും. കണ്ടിട്ടുണ്ടോ? എങ്കിൽ ടൈപ്പ് പറഞ്ഞേ, ഒരു പേര് പറഞ്ഞേ, ഒരു പേര് പറഞ്ഞേ. നല്ല ഫാസ്റ്റ് വിറ്റ് സാധനം പറഞ്ഞേ. നല്ല സ്റ്റോക്ക് കൊണ്ടായിരിക്കും, നല്ല ഫാസ്റ്റ് ഒരു ടാബ്ലറ്റ് മെഡിക്കേഷൻ പറഞ്ഞേ. ഏതെങ്കിലും പറഞ്ഞേ. എപ്പോഴും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് കാണാം, നന്നായിട്ട് വിറ്റ് നല്ല ചെലവുള്ള ഐറ്റം ഹോസ്പിറ്റലില്. ഒന്ന് പറഞ്ഞറിയാമെങ്കിലും. പാൻഡോക്കോ ആണോടെ? പാരസെറ്റമോള്, പാൻഡോക്കോ എന്ത് ചെയ്യുന്നു? നല്ല ഡോളോ ഹൈ സ്റ്റോക്ക് ആണ്. എപ്പോഴും സ്റ്റോക്ക് എപ്പോഴും ചോദിച്ചാലും ഉണ്ടല്ലേ? സ്റ്റോക്ക് എപ്പോഴും ചോദിച്ചാലും ഉണ്ട്. നന്നായിട്ട് വിറ്റുപോവുകയും ചെയ്യുന്ന ഐറ്റം വരുന്നത്, ഫാസ്റ്റ് മൂവിങ് വരുന്നത് കാറ്റഗറി എഫ് വരും കേട്ടോ. നെക്സ്റ്റ് എസ് എന്തായിരിക്കും? എസ് എന്തായിരിക്കും? സ്ലോ മൂവിങ് ആയിരിക്കും അല്ലെ? എസ് എന്താണ്? സ്ലോ മൂവിങ് ആണ്. എന്താണ്? നമുക്കൊരു അഡിക്റ്റീവ് സ്റ്റോക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി അല്ലേ? സ്ലോ മൂവിങ് ആണ്. നമുക്ക് അഡിക്റ്റീവ് സ്റ്റോക്ക് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന വരുന്നതാണ് കാറ്റഗറി എസിലാണ് അല്ലെ? സ്ലോ മൂവിങ് ആണ്, ആവശ്യമുള്ളത് മാത്രമേ കരുതാറുള്ളൂ.
ഒരു എക്സാമ്പിൾ പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ, നമുക്ക് ആവശ്യമുള്ള മാത്രം സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പറഞ്ഞേ, ആവശ്യമുള്ളത് മാത്രം അഡിക്വേറ്റ് ആയിട്ട് അത്യാവശ്യമുള്ളത് മാത്രം സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുണ്ടേ? അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. സ്ലോ മൂവിങ് ആണോ? അല്ല, സ്ലോ മൂവിങ് ആണല്ലേ, കുറച്ച് സ്ലോ മൂവിങ് ആണ്, പക്ഷെ അത്യാവശ്യമുള്ള സ്റ്റോക്ക് വേണം. എന്ത് പറയാടെ? എക്സാമ്പിൾ പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. കമന്റ് ആൻസേഴ്സ്, കമന്റ് ആൻസേഴ്സ്. ഒന്നുമില്ലേ? ഒന്നും പോറില്ലേ? ഒന്നും പോറില്ലേ? സ്ലോ മൂവിങ് ആണ്, പക്ഷെ അടിക്കുന്ന സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്തായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞേ, എന്തെങ്കിലും എക്സാമ്പിൾ? എന്തുണ്ട്? ഒന്നുമില്ലേ? ഒന്നുമില്ലേ? എക്സാമ്പിൾ ഒന്നുമില്ലേ? എനിക്ക് അടുത്ത പറയട്ടെ, നെക്സ്റ്റ് വൺ. ഐ ഡ്രോപ്സ് മതി. ശ്യാം പറഞ്ഞ പോലെ എന്താണ് ഐ ഡ്രോപ്സ് പറയാം കേട്ടോ. ശ്യാം പറഞ്ഞ പോലെ ഐ ഡ്രോപ്സ് എന്താണ്? അവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, നമുക്ക് എപ്പോഴും അടിക്കുന്ന സ്റ്റോക്ക് ഉണ്ടായിരിക്കും, പക്ഷെ സ്ലോ മൂവിങ് ആയിരിക്കും. ശ്യാം പറഞ്ഞ പോലെ എന്താണ്, നമ്മുടെ ഐ ഡ്രോപ്സിനെ എടുക്കാം, അടിക്കുന്ന സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ സ്ലോ ആയിട്ട് മാത്രമേ വിറ്റ് പോകത്തുള്ളൂ അല്ലേ? ദാറ്റ് ഇസ് എസ് ആയിരിക്കും. അവസാന ലെറ്റർ എൻ എന്തായിരിക്കും? ലാസ്റ്റ് ലെറ്റർ ഇറ്റ് ഇസ് എൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് സ്ലോ, ദാറ്റ് ഇസ് ഒട്ടും വിറ്റ് പോകുന്നില്ല, ദാറ്റ് ഇസ് നോൺ മൂവിങ് ആയിരിക്കും. സ്റ്റോക്ക് ലെസ്സും കാണത്തുള്ളൂ അല്ലേ? ദാറ്റ് ഇസ് നോൺ മൂവിങ് ആയിരിക്കും. സ്റ്റോക്കും ലെസ്, സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രം മെയിൻറ്റെയിൻ ചെയ്തല്ലേ? സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എക്സാമ്പിൾ പറഞ്ഞേ, സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഒട്ടും മൂവിങ് അല്ല. എക്സാമ്പിൾ പറഞ്ഞേ, വളരെ സ്റ്റോക്ക് കുറച്ച് മതി. ഏത് വാങ്ങിച്ചു വെക്കാറുള്ളൂ? സ്റ്റോക്ക് കുറച്ചത് വെച്ച് വെക്കും. ആരും വെന്റിലേറ്റർ ഒന്നും പറഞ്ഞ ആളല്ലേ? വെന്റിലേറ്റർ ഒന്നും പറഞ്ഞ ആളല്ലേ? വേറെ വല്ലതും പറഞ്ഞേ. വെന്റിലേറ്റർ മാത്രം പറയാതെ വേറെ വല്ലതും പറഞ്ഞേ. സ്റ്റോക്ക് കുറച്ച് മതി, ഒട്ടും മൂവിങ് ആതെ പറഞ്ഞേ. സ്റ്റോക്ക് കുറച്ച് മതി, നമ്മൾ വളരെ കുറച്ച് മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതി, ഒട്ടും മൂവ് ചെയ്യുന്നില്ല. That is FSN analysis എന്ന് പറയാം. That is FSN analysis വരുന്നു. So these are about the topic. പഠിച്ചുകൊണ്ടിരുന്നത് that is inventory control അല്ലേ? That is inventory control. ക്ലിയർ ആയ എല്ലാവർക്കും? ഇൻവെന്ററി കൺട്രോൾ ക്ലിയർ ആയി? ഇത് മാത്രം പഠിക്കുക. ഇൻവെന്ററി കൺട്രോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇൻവെന്ററി കൺട്രോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്, ക്വസ്റ്റ്യൻ കൃത്യമായി വരും, പഠിച്ചുകൊള്ളും, ചോദിക്കും. അടുത്ത നമ്മുടെ ക്ലാസ് വരുന്നത് അടുത്ത സൺഡേ ആണ്. രാവിലെയും ഉണ്ട് രാത്രിയും ഉണ്ട്. 2 ടോപ്പിക്സ് ആണ്, വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ്. ഒന്ന് രാവിലെ, പിന്നെ ഒന്ന് രാത്രിയാണ്. സമയം നിങ്ങൾ സ്റ്റഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? അവിടെ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടിയോ? സമയം കിട്ടിയോ? സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടിയല്ലോ, സമയം കിട്ടിയല്ലോ. അപ്പൊ സൺഡേ കാണാം. ടുമോറോ ക്ലാസ് ഇല്ല. നന്നായിട്ടിരുന്ന് റിവിഷൻ ചെയ്യുക. ഏതെങ്കിലും റെക്കോർഡിങ്ങോ നോട്ടോ വേണമെന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കുക. സമയം നാളെയാണ് കേട്ടോ. നാളെ എല്ലാവരും അയക്കും കേട്ടോ. നാളെ ഈ പറഞ്ഞ ഈ ഒരു ക്ലാസ് എല്ലാവരും ഏതെങ്കിലും റെക്കോർഡിങ് മിസ് ചെയ്യോ, സ്റ്റഡി നോട്ട്സ് മിസ്സായോ ഉണ്ടവർ എനിക്ക് നാളെ മെസ്സേജ് ചെയ്യുക. സോ സീ യു ഓൺ സൺഡേ. കാണാം. നന്നായിട്ട് പഠിക്കുക. ദാറ്റ് ഇസ് മാനേജ്മെന്റ് ഫസ്റ്റ് ക്ലാസ് ക്ലിയർ. താങ്ക് യു. ഫീസ് കൂടെ അടയ്ക്കണേ. താങ്ക് യു. ഗുഡ് നൈറ്റ്.